ഹായ് ഗൈസ്, ഞാനിവിടെ വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ്റെ സിനിമ കാണാനായിട്ടാണ്. അപ്പോൾ സിനിമ കണ്ടിട്ട് ഞാൻ റിവ്യൂ പറയുന്നതാണ്. ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ പേയാടാണ്. ഇപ്പോൾ PVR എന്തോ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ പ്രൊഡ്യൂസറോ ആയിട്ടോ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് PVRലൊന്നും സിനിമയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് റഷ് കൂടുതലാണ്. വർഷങ്ങൾക്ക് ശേഷം കണ്ടിറങ്ങിയിരിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ നമുക്കെന്താണ് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അത് പ്രത്യേകിച്ചും ഈ സിനിമയിലോട്ടൊക്കെ ഇറങ്ങാൻ ആഗ്രഹിച്ചവർക്കും പഴയ മലയാള സിനിമയെക്കുറിച്ച് സ്വാമീസ് ലോഡ്ജും അങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ മുകേഷ് സ്റ്റോറീസിലും അതുപോലെ എന്താണ് ശ്രീനിവാസൻ്റെ കഥകളിലും പല പല കഥകളിലും, അതായത് നമ്മുടെ സഫാരി ചാനലിലൊക്കെ ഉള്ള പല ആൾക്കാരും ഈ സ്വാമീസ് ലോഡ്ജിനെ പറ്റി പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ പഴയ കഥ, അതായത് നസീർ സാറും നമ്മുടെ സത്യൻ സാറും അവരും എല്ലാം ഉണ്ടായിരുന്ന ആ ഒരു ലോഡ്ജിനെ കുറിച്ചും അതൊക്കെ അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ രജനീകാന്തിനെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതൊക്കെ സൂപ്പറായിരുന്നു. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സിനിമയായിട്ട് തീവ്രമായിട്ടുള്ള ബന്ധമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ സിനിമ അത്രയ്ക്ക് പാഷനോടുകൂടി സമീപിച്ചിട്ടുള്ള ആൾക്കാർക്ക്, ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ആയിട്ടുള്ളതല്ല, സാധാരണ എന്നെപ്പോലത്തെ ഒരു കോമൺ പ്രേക്ഷകന് അത്യാവശ്യം നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ അടിപൊളിയായിരുന്നു. മെയിനായിട്ടുള്ള പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവിൻ്റെ അഭിനയമൊക്കെ ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ പണ്ടത്തേക്കാൾ കുറേ ഇമ്പ്രവൈസായി. ഇടയ്ക്ക് നമുക്ക് ലാലേട്ടനെ തന്നെയാണോ നമ്മൾ കാണുന്നതെന്ന് നമുക്ക് തോന്നും. പിന്നെ അതുപോലെ ധ്യാൻ ശ്രീനിവാസനും അടിപൊളിയായിട്ട് അഭിനയിച്ചു. അതും അടിപൊളി പ്രകടനമായിരുന്നു. അപ്പം ഇത്രയും സെൻറ്റിമെൻറ്റ്സൊക്കെ ചേട്ടൻ അന്യനെ കൊണ്ട് അടിപൊളിയായിട്ട് ആക്കിയെടുത്തു. അത് വിനീത് ശ്രീനിവാസൻ്റെ കഴിവ് തന്നെയാണ്. പിന്നെ വരുന്നത് ബേസിൽ ജോസഫാണ്. ബേസിൽ ജോസഫ് എല്ലാം പോലെ അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നിവിൻ പോളി ഈസ് ബാക്ക്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇതായിപ്പോവും. പക്ഷേ നിവിൻ പോളി ഉള്ള സ്ഥലമെല്ലാം അടിപൊളിയായിരുന്നു. ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ കൈയടി കിട്ടിയത് നിവിൻ പോളിക്കാണ്. നിവിൻ ഫുൾ കൈയടിയായിരുന്നു തിയേറ്ററിൽ. അപ്പോൾ ഇതാണ് ഈ ഒരു പടത്തിനെ കുറിച്ച് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഒരു തിയേറ്ററിൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം എന്താണ്, ഒരു ഫീൽ ഗുഡാണ്. നമുക്ക് സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷമുണ്ട്. വിനീത് ശ്രീനിവാസൻ്റെ പടം നിങ്ങൾക്ക് അറിയാമല്ലോ, അങ്ങനെ നെഗറ്റീവായിട്ട് എൻഡ് ചെയ്യാറില്ല. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിൽ റേറ്റ് പിടിക്കുമെന്ന്. അതും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ പോയി കാണുക. അപ്പം മൊത്തത്തിൽ ലൊക്കേഷനും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ സിനിമയിൽ കുറേ നോർമൽ എലമെൻറ്റ്സ് പുള്ളി ആഡ് ചെയ്യും. അത് ഞാൻ പറയുന്നില്ല എന്താണെന്ന്. സസ്പെൻസ് ഒന്നുമല്ല, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. അതും എനിക്കിഷ്ടപ്പെട്ടു. സോ ഇതൊക്കെയാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ ഗോ ടു തിയേറ്റർ ആൻഡ് വാച്ച് ഇറ്റ്.